ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവീസ് ഫൈനാൻഷ്യൽ ഫോക്കസ്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന വോളറ്റിലിറ്റി എന്താണെന്നുള്ളതാണ് സ്റ്റോക്ക് മാർക്കറ്റിൽ. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തു ലിക്വിഡിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് വിചാരിക്കുന്നത്. വോളറ്റിലിറ്റി എന്ന് പറയുമ്പോൾ ഒരു സ്റ്റോക്ക് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ആവുന്നതാണ് നമ്മൾ പറയുന്നത്. ഇൻക്രീസ് ആവാം, പെട്ടെന്ന് ഡിക്രീസ് ആവാം. അപ്പോൾ അതിനെയാണ് വോളറ്റിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ആ പ്രൈസിൽ ഒരുപാട് FIIs കയറുന്നുണ്ടാവും, ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, ഡൊമസ്റ്റിക് ഇൻവെസ്റ്റേഴ്സ്. അപ്പോൾ ആ പ്രൈസ് കൂടുതൽ ഡിമാൻഡിലായിരിക്കും, അപ്പോഴും വോളറ്റൈൽ ആവാൻ ചാൻസ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ ഇൻവെസ്റ്റ് ചെയ്യുന്നതോറും അതിൽ പിന്നെ സെല്ല് ചെയ്യുന്നതോറും ബൈയും സെല്ലും പെട്ടെന്ന് നടക്കുന്ന ഒരു സ്റ്റോക്കിലായിരിക്കും പെട്ടെന്ന് ഈ വോളറ്റിലിറ്റി നമുക്ക് കാണാൻ പറ്റുന്ന ഹൈ വോളറ്റിലിറ്റി. അതൊരു മാർക്കറ്റ് കണ്ടീഷൻ അനുസരിച്ചിരിക്കും. പിന്നെ നമുക്ക് ഒരു എ എന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ എടുക്കാം. ഇപ്പം സ്റ്റോക്ക് എ, സ്റ്റോക്ക് ബി എന്ന് പറയുന്നത്. അപ്പോൾ സ്റ്റോക്ക് എ എന്ന് പറയുന്നത് 110 തൊട്ട് 100 തൊട്ട് 110 വരെ ആയിരിക്കും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, പെട്ടെന്നായിരിക്കും ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത്, ബൈയും സെല്ലും അങ്ങനെ ആവുന്നത്, ഇൻക്രീസും ഡിക്രീസും ആവുന്നത്. ഇനി സ്റ്റോക്ക് ബി എന്ന് പറയുന്നത് നമുക്ക് 100 തന്നെ സ്ഥിരമായിട്ട് നിൽക്കുമായിരിക്കും, 100, 101 ആ ഒരു റേഞ്ചിലേക്ക് നിൽക്കുന്നത്. അപ്പോൾ ലോങ് ടേം ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് ലോ വോളറ്റിലിറ്റിയുള്ള സ്റ്റോക്സ് ആണ്. നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ലോങ് ടേമിൽ പ്രോഫിറ്റ് മതി. ഇനി ഷോർട്ട് ടേം ഡേ ട്രേഡേഴ്സ് ഒക്കെ ആണെങ്കിൽ, ഇൻട്രാഡേ ട്രേഡിംഗ് ചെയ്യുന്നവർ അല്ലെങ്കിൽ സ്വിംഗ് ട്രേഡിംഗ് ചെയ്യുന്നവരൊക്കെ ഒരുപാട് വോളറ്റിലിറ്റിയുള്ള സ്റ്റോക്സ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അത് പെട്ടെന്ന് തന്നെ കയറി പോകുന്ന സ്റ്റോക്ക് ആകും. ആൾക്കാർ ഒരുപാട് പേര് കയറുന്നുണ്ടെങ്കിൽ അതിൽ കയറിപ്പോയി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് താഴത്തേക്ക് ഇറങ്ങും. അപ്പോൾ സെല്ലിങ്ങും വരും പെട്ടെന്ന് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ ബൈ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.